പിന്നെ ഖബറിന്റെ അടുത്ത് വന്ന ആളുകൾ ദുആ ചെയ്യൽ. ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക അതൊരു ശിർക്കും ബിദ്അത്തുമല്ല, നേരെ മറിച്ച് പൂർവീകരായ മഹത്തുക്കളായ ആളുകൾ ചില പ്രത്യേകമായ ഖബറുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ആ ഖബറുകൾക്കിടയിൽ ഇജാബത്തുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ വറവൽ ഖതീബുൽ ബഗ്ദാദി ഫീ താരീഖ് ബഗ്ദാദ്, മഹാനായ ഹദീസിന്റെ ലോകം കണ്ട മഹാമുഹദ്ദിസുകളിൽപ്പെട്ട അൽ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അനിൽ മഹാമിലി അഹ്ലി അയിമ്മത്തിൽ ഹദീസി, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാപണ്ഡിതൻ അൽ ഇമാം അൽ മഹാമിലി എന്നവരെ തൊട്ട് പറയുന്നു. മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. അൽ മഹാമിലി വിശദീകരിക്കുന്നു, അഅരിഫു ഖബ്റ മഅറൂഫുൽ കർഹി മുൻദു 70 സന, 70 വർഷമായി മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എനിക്കറിയാം. മാ ഖസദഹു മഹ്മൂമുൻ ഇല്ലാ ഫറജല്ലാഹു ഹമ്മഹു, ഹൃദയത്തിന് പ്രയാസമുള്ള ഒരുത്തൻ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് വന്നാൽ അവന്റെ ഹൃദയത്തിന്റെ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കാറുണ്ടെന്ന് മഹാനായ അൽ ഇമാം അൽ മഹാമിലിയെ തൊട്ട് അവർ വിശദീകരിച്ചതായി താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥത്തിൽ അൽ ഖതീബുൽ ബഗ്ദാദി വിശദീകരിക്കുകയാണ്. ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യൽ ബിദ്അത്തല്ല, അതൊരു ശിർക്കോ ഖുറാഫാത്തോ അല്ല, നേരെ മറിച്ച് ദുആഇന് ഇജാബത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ. മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്തിഖാത്ത് എന്ന്, ഇബ്നു ഹിബ്ബാൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഹദീസിന്റെ മഹാപണ്ഡിതന്മാരിൽപ്പെട്ടവരാണ്. സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് മഹാനവറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. വമാ ഹല്ലത് ബി ശിദ്ദത്തുൻ ഫീ വഖ്തി മഖാമി ബിതൂസ്, തൂസ് എന്ന നാട്ടിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് എനിക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ ഫസുർതു ഖബ്ർ അലി ഇബ്നു മൂസ റിളാ റളിയല്ലാഹു അൻഹു, ഞാൻ അലി ഇബ്നു മൂസ റിളാ, ആരാ അലി ഇബ്നു മൂസ റിളാ? അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാജ്ഞാനികളിൽപ്പെട്ട പണ്ഡിതനാണവർ. അവരുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യും. വദഅതുല്ലാഹ ഇസാലതഹാ അന്നി ഇല്ലസ്തുജീബ ലി വസാലത അന്നി തിൽക ശിദ്ദ, അവിടുന്ന് അല്ലാഹുവോട് അവർ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ട് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുകയും അവർക്ക് ആ ബുദ്ധിമുട്ടിനെ അല്ലാഹു നീക്കി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വഹാദാ ശൈഉൻ ജറബ്തുഹു മിറാറാ ഫവജത്തുഹു കദാലിക്, ഞാൻ ഇത് നിരവധി തവണ പരീക്ഷിച്ചറിഞ്ഞതാണ്. എല്ലാ തവണയും എനിക്ക് ദുആഇന് അവരുടെ സന്നിധിയിൽ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സിഖാത്തിൽ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. അവർക്ക് ദുആ ചെയ്യാൻ പള്ളിയില്ലായിട്ടല്ല, എവിടെ വെച്ച് ദുആ ഇരുന്നാലും അല്ലാഹു കേൾക്കൂലേ? കേൾക്കും. പിന്നെ എന്തുകൊണ്ട് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് പോകുന്നു? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹദ്റത്ത് അല്ലാഹു ബഹുമാനിച്ച ഹദ്റത്താണ്. അവിടെ നിന്ന് ദുആ ചെയ്താൽ പ്രത്യേകമായ നിലക്ക് ദുആഇന് ഉത്തരം കിട്ടും. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നി ല അതബറകു അബി ഹനീഫ റളിയല്ലാഹു അൻഹു, ഞാൻ അബൂ ഹനീഫത്ത് നുഅ്മാനെ കൊണ്ട് ബർക്കത്ത് എടുക്കാറുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ഇവിടെ വരുന്നത്. വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും യഅനി സായിറൻ, സന്ദർശിക്കുന്നവരായി അവരുടെ ഖബറിനെ എല്ലാ ദിവസവും ഞാൻ സന്ദർശിക്കാറുണ്ട്. ഫൈദാ അറദത് ലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ, അതാണ് ഇവിടെ ഓരോ ആളുകൾ പറയുന്നില്ലേ, എന്റെ പിതാവിന്റെ അസുഖം മാറാൻ, എന്റെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാകാൻ, എന്റെ രോഗം മാറാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ? അതൊന്നും ഇമാം ഷാഫിഈയാണ് പഠിപ്പിക്കുന്നത്. ഇമാം ഷാഫിഈ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായൊക്കെ സംസാരിക്കുന്നവർ അതൊക്കെ വിഡ്ഢിത്തവും അബദ്ധവും വിവരക്കേടിന്റെ അങ്ങേയറ്റവും അല്ലാതെ അതിന് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇതിനെയൊക്കെ പരിഹസിക്കും. ഇത് വിദഗ്ധ തോന്നിയാസം എന്ന് പറഞ്ഞ് പരിഹസിക്കും. എന്നാൽ അവർ പറയുന്നതാണ് തോന്നിയാസം. പൂർവ്വസൂരികളായ ആളുകൾക്ക് പരിചയമില്ലാത്ത വിവരക്കേടുകൾ അവർ പറയുകയാണ്. വഹാബികളും നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുകയും അവരുടെ ശർറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനത്തെ മജ്ലിസിനെ അവർ പരിഹസിക്കാണ്. എന്നാൽ ആരാണ് പഠിപ്പിക്കുന്നത്? ഇമാം ഷാഫിഈ നടന്നുപോയ ആ വൈത്താരയിലെ മണ്ണിന്റെ യോഗ്യത പോലും ഇല്ലാത്തവൻ ഇമാം
ഇമാം ഷാഫിയുടെ ചര്യക്കെതിരെ പ്രസംഗിക്കാണ്. ഇതാണ് ബിദ്അത്ത്, ഇതാണ് വൈകേട് എന്ന് പറഞ്ഞാൽ ഇമാമുന ഷാഫിഈ പറയാണ്, ഫൈദാ അറദത ലി ഹാജത്തുൻ സല്ലൈതു റകഅതൈൻ, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. വജിഅതു ഇലാ ഖബ്രിഹി, മഹാനായ അബൂ ഹനീഫയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകും. വസഅൽതുല്ലാഹൽ ഹാജ, അങ്ങനെ ഞാൻ അല്ലാഹുവിനോട് എന്റെ ആവശ്യം പറയും. ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് വീടുകയും ചെയ്യും. ഇമാം ഷാഫിഈ തങ്ങൾ പറയാണ്, അബൂ ഹനീഫത്തുൻ നുഅ്മാന്റെ ഖബറിന്റെ അടുത്ത് എനിക്ക് വല്ല ആവശ്യവും വന്നാൽ അവരുടെ ഖബറിന്റെ അടുത്ത് പോയി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു പറഞ്ഞെന്താ? ഇമാം ഷാഫിക്ക് പള്ളിയിൽ നിന്ന് ദുആ ചെയ്യാൻ കഴിയൂലേ? അവർക്ക് ഇരുന്നിടത്ത് തന്നെ ദുആ ചെയ്യാൻ സാധിക്കും. എന്നാലും ഇങ്ങനത്തെ ഒരു ഹളറത്തിലേക്ക് ആര് ലോകം മുഴുക്കെ ഒരു ഖുറൈശിയായ പണ്ഡിതൻ ഇൽമു കൊണ്ട് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അൽ ഇമാം സയ്യിദുനാ അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. അതാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടി അവരുടെ സന്നിധിയിൽ നമ്മൾ പോകുന്നത് ആ ബർക്കത്തിന് വേണ്ടിയാണ്, ആ ഇജാബത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ പുണ്യകർമ്മവും മതത്തിൽ സ്ഥിരപ്പെട്ടതും അല്ലാഹുമായി നമ്മെ അടുപ്പിക്കുന്ന ഘടകങ്ങളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.